ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഉണ്ടല്ലോ. ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഒരു കൂഴവാലി എന്ന് പറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ടേ. നമ്മുടെ സൈഡിൽ കായൽ സൈഡിൽ കിട്ടുന്ന മീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെത്തോലിയുടെയൊക്കെ അതേപോലെ തന്നെ ഇരിക്കും. ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് കുരുമുളകൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മെഴുക്ക് വരട്ടിക്കായിട്ട് നമ്മുടെ കോവയ്ക്കയും കിഴങ്ങും ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉപ്പൂടെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒഴിച്ചു കറിക്കായിട്ട് കായും വൻപയറും പച്ചമുളകും കൂടി ഇട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഇട്ട് ഏകദേശം ഒരു 3-4 വിസിൽ വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് അരപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു ഒഴിച്ചുകറി റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് മെഴുക്ക് വരട്ടി ഒന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. നമ്മുടെ കൂഴവാലിയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിച്ചതാണ്. മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് നമ്മുടെ ഒഴിച്ചുകറിക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ കൂഴവാലി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കൊല്ലക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും കൂഴവാലി കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ കിട്ടാറുണ്ടോ എന്നൊക്കെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മോരുകറിയുടെ കൂടെ മൊരിഞ്ഞ ഈ കൂഴവാലി പൊരിച്ചതും കൂട്ടി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ മോരില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരു പയറും കായും ഇട്ടൊരു ഒഴിച്ചുകറി വെച്ചത്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ക്രിസ്പി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്, ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പയറും കായും കൂടെയുള്ള കറിയാണ്. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഫോളോ ചെയ്യണേ.